പ്രൈസ് ലോർഡ്. നാഥമാത്രം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 118:17 പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. ഓരോ ദൈവ പൈതലും, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിച്ചാൽ നാം മരിക്കയില്ല, നാം ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ വർണ്ണിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു പലരും പറയാറുണ്ട്, മരിച്ചാൽ മതി, എനിക്ക് ചത്താ മതി, ഹാലലി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്. ദൈവമക്കളെ സ്തോത്രം, അതൊന്നിനും പരിഹാരമല്ല. നാം ധൈര്യമുള്ളവരായിരിക്കണം. പ്രതികൂലങ്ങളെ ജയിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. മരണം ഹല്ലേലൂയ സ്തോത്രം നാം നമ്മെ തന്നെ കൊല്ലുന്നത് ഒന്നിനും പരിഹാരമല്ല. സ്തോത്രം നാം എല്ലാവരും മരിക്കും, എന്നാൽ നാം ഉയർത്തെഴുന്നേക്കും, ക്രിസ്തുവിൽ ജീവിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൽ മരിച്ചാൽ ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ ഉയർക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആര് സഹായമില്ലെന്ന് വരുമ്പോൾ സ്വയം മരിക്കുന്നത് സ്വയം തമ്മെ തന്നെ കൊല്ലുന്നത് ഒന്നിനും പരിഹാരമല്ല. മറിച്ച് ഹല്ലേലൂയ സ്തോത്രം പറ്റുമെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആരും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ കാണുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ മാറ്റുന്ന, സമൃദ്ധിയായ ജീവൻ നൽകുന്ന ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവേ എൻ്റെ അവസ്ഥ ഇതാകുന്നു, എനിക്ക് നിന്നെ വ്യക്തിപരമായി അറിയത്തില്ല, എന്നാൽ ഞാൻ കേൾക്കുന്നു കർത്താവേ, ഹാലലി നീ വിടിവിക്കുന്ന ദൈവമാകുന്നു, എനിക്ക് മനുഷ്യനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കിത് എങ്ങനെ ഓവർക്ക് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, കർത്താവെ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിതത്തെ നിനക്കായി ഞാൻ തരുന്നുവെന്ന് പറഞ്ഞ് കർത്താവിനെ കർത്താവായി സകല വിഷയത്തിലും കർത്തൃത്വം നടത്തുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വ്യത്യാസമുണ്ടാകും. ദൈവിക ചൈതന്യം, സമൃദ്ധിയായ ജീവൻ നൽകുന്ന, സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, മാനിക്കുന്ന ആ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തെ ചലിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ഇവിടെ മരിച്ചാലും ഹല്ലേലൂയ എൻ്റെ സമയമായി, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി തീർത്ത ശേഷം ഞാൻ ഹല്ലേലൂയ എൻ്റെ ദൈവം എൻ്റെ ജീവൻ എടുത്താലും എനിക്ക് ഭാരമില്ല. കാരണം ഞാൻ ഉയർത്തെഴുന്നേക്കുന്ന ഒരു നാളുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടും. ഞാൻ മരിച്ചാലും ഹല്ലേലൂയ ഇവിടെ കയറി വരുവിനെന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഉയർക്കുവാൻ ഇടയായിത്തീരും. അതാണ് ദൈവമക്കളെ പ്രത്യാശ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ധൈര്യമായിട്ട് പറയണം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അതിനായിട്ടാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ഈ വിശ്വാസത്തോടെ ജീവിതം വിലയേറിയതാണ്, ഈ ലോകത്തെക്കാൾ വിലയേറിയതാണ് എൻ്റെ നിങ്ങളുടെ ജീവിതം എന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.